ഹലോ. കുറേ ദിവസം മുമ്പ് അലമാര ക്ലീൻ ചെയ്തപ്പോഴാണ് ഈ ഒരു കളറൊക്കെ ഫെയ്ഡായ ഒരു ഷോള് കയ്യിൽ കിട്ടിയത്. ഷോള് നരച്ചു പോയെങ്കിൽ എന്താ, ഷോളിൻ്റെ അറ്റത്തുള്ള ഈ ഒരു പോർഷൻ കണ്ടോ, ഇതിപ്പോഴും നല്ല ഭംഗിയായിട്ടൊരു കേടും പറ്റാതിരിക്കുന്നുണ്ട്. ഇതൊരു നെറ്റ് ഫാബ്രിക്കാണ്. അതിൽ എംബ്രോയിഡറി ഉണ്ട്, ബീഡ്സ് വർക്ക് ഉണ്ട്, പിന്നെ അതിൻ്റെ അറ്റത്തായിട്ട് യെല്ലോ കളറിലുള്ള ലേസും ഉണ്ട്. ഈ പോർഷൻ ഞാൻ ഈ ഷോളിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കുകയാണേ. ഇത് വെച്ചിട്ട് ഏത് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് 5-6 മാസം മുമ്പ് എടുത്ത് വെച്ചൊരു ചുരിദാർ മെറ്റീരിയലിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ആ മെറ്റീരിയൽ. ഇതിൽ ആ ലേസ് വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ഇതിന് നല്ല മാച്ചായിട്ട് തോന്നി. ഞാനിപ്പോൾ ഈ മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ആ ലേസ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഡിസൈൻ ചെയ്തെടുക്കാം. താഴെ പിടിപ്പിച്ചിരിക്കുന്ന ഈ ലേസ് കൂടി ഇതിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കുകയാണ്. ഈ ലേസിൻ്റെ താഴെ തൂങ്ങിക്കിടക്കുന്ന ലീഫ് കണ്ടോ, അതും കൂടി എല്ലാം കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണേ. ലേസിൻ്റെ ഈ ഒരു പോർഷൻ കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് കളയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഇതിൽ നിന്നും ഒരു പീസ് പോലും കളയാതെയാണ് നമ്മൾ ചുരിദാർ ഡിസൈൻ ചെയ്തെടുക്കാൻ പോണത്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ വെട്ടി നുറുക്കി എടുക്കുമ്പോൾ കാര്യമായ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തെടുക്കേണ്ടതെന്ന്. പിന്നെ ഒരു ദിവസം കുത്തിയിരുന്ന് ആലോചിച്ചിട്ടാണ് തരക്കേടില്ലാത്തൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്റർ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഒന്ന് കൂട്ടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് ചെറിയൊരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു സ്റ്റോൺ ചെയിനാണ്. ഈ ഒരു സ്റ്റോൺ ചെയിൻ ചുരിദാറിൻ്റെ ഒത്ത നടുവിൽ വെച്ചിട്ട് നീളത്തിൽ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സ്റ്റോണൊക്കെ ഡ്രസ്സിൽ ഒട്ടിക്കുമ്പോൾ നോർമൽ ഗ്ലൂ അല്ലാണ്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. ഞാനിവിടെ B7000 ഗ്ലൂ ആണ് ഉപയോഗിച്ചത്. ഈ ഒരു ചെയിൻ ആ സ്ലിറ്റ് ഇട്ട ഭാഗം വരെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലേസിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ആ ലീഫുകൾ ഉണ്ടല്ലോ, അതാണ് ഇനി വെച്ച് കൊടുക്കാൻ പോണത്. ലീഫ് ഒരു 4 എടുത്തിട്ട് ഈ സ്റ്റോണിൻ്റെ 2 സൈഡിലും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ തൽക്കാലം വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് കഴിയുമ്പോൾ മെഷീൻ സ്റ്റിച്ച് കൂടി ചെയ്തെടുക്കണ്ടേ. ഇനി സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ വേണം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇത് ഒരേ ഗ്യാപ്പിട്ടാണ് ഒട്ടിച്ചു കൊടുക്കണത്. അപ്പോൾ ആ ഒരു 4 ലീഫ് ഒട്ടിച്ചതിൽ നിന്നും പിന്നെ ഒരു 6 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ആണ് അടുത്തത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ലീഫ് ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ഒരു ബട്ടർഫ്ലൈ ലുക്കൊക്കെ തോന്നുന്നുണ്ട്. ആ സ്ലിറ്റ് ഇട്ടേക്കുന്ന ഭാഗം വരെയാണ് കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തത്. ഇനി കുറച്ച് ഓറഞ്ച് കളറിലുള്ള ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സെൻറ്ററിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഫ്ലവറും ഞാൻ ഒരു ലേസിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ഇനി കുറച്ച് ഓവൽ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. അതുകൂടി ഈ സ്റ്റോൺ ചെയിൻ്റെ വശങ്ങളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. 2 കളറിലുള്ള സ്റ്റോൺസ് ആണ് കേട്ടോ. ഇതാ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ സ്റ്റോണിൻ്റെ വശങ്ങളിൽ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തുന്നുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒട്ടും വിട്ടു പോകും എന്നുള്ള പേടി വേണ്ട. അപ്പോൾ ഡ്രസ്സിൻ്റെ സെൻറ്റർ പോർഷൻ ഇങ്ങനെയാണ് വന്നേക്കണത്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അതിന് മുന്നായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ലൈനിങ് ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് കൂടി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് 3/4 അളവിലാണ് കേട്ടോ വെച്ചേക്കണത്. സ്ലീവിൻ്റെ സൈഡിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ ഒരു പോർഷനാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോണത്. സ്ലീവിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ഫ്ലവേഴ്സ് കൂടി ഒന്ന് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കാം. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് സ്ലീവിൽ അറ്റാച്ച് ചെയ്തെടുത്തു. ഇതിപ്പോൾ ഫുൾ സ്ലീവ് ആയിട്ടുണ്ട് കേട്ടോ. സ്ലീവ് കൂടി ഡിസൈൻ ചെയ്തെടുത്തപ്പോൾ ഇത് നല്ലൊരു ലുക്കായിട്ടില്ലേ. ഇനി ഒരു പീസ് കൂടി ബാക്കിയുണ്ട്.
ആ ഒരു പീസ് ചുരിദാറിൻ്റെ ഏറ്റവും അടിയിലെ ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഓറഞ്ച് ഫ്ലവേഴ്സും പിന്നെ കുറച്ച് ചെറിയ സ്റ്റോൺസ് കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് അത്ര ഹെവിയുമല്ല, എന്നാൽ അത്ര സിമ്പിളും അല്ലാത്ത രീതിയിലാണ് ചെയ്തെടുത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഐഡിയാസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഡിസൈൻസൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്